Welcome to IET English Learning Club. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിന്റെ 3-ാം നാൾ. പഠിച്ചതെല്ലാം മനസ്സിൽ ഓർത്തു പോകാം 3-ാം നാളിലേക്ക്. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാണ് എന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിന്നും ചെറിയ വ്യത്യാസമേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ളൂ. പക്ഷേ ആ വ്യത്യാസം അറിഞ്ഞില്ലെങ്കിൽ സംഗതി ആകെ മോശമാകും കേട്ടോ. ആ വ്യത്യാസം അറിയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. എന്താ? രാമ റൺസ്, അതായത് രാമൻ ഓടുന്നു. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ രാമ ഈസ് റണ്ണിങ്, രാമൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. കൂടുതൽ അറിയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം കണ്ടില്ലേ? ആദ്യത്തെ വാക്യത്തിൽ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ രാമ റൺസ്, രണ്ടാമത്തേതിൽ രാമ ഈസ് റണ്ണിങ്. ഇപ്പോ മനസ്സിലായില്ലേ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? ഈ ഗ്രാമർ ട്രിക്സ് ഓർത്തിരിക്കുക. വർത്തമാനകാലത്തിൽ ഒരു സാമാന്യ വിവരം പറയുന്നതിന് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അല്പം കൂടി കാലദൈർഘ്യമുള്ളത് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രയോഗിക്കുന്നു. ഇത് മാത്രം പഠിച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നന്നായി പറയാൻ കഴിയും. ഇനി പ്രസന്റ് ടെൻസിലെ 3-ാമത്തെ വിഭാഗമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതായത് സമ്പൂർണ്ണ വർത്തമാനകാലം. വർത്തമാനകാലത്തിൽ ക്രിയ പൂർത്തിയായിരിക്കുന്ന ഒരു കാര്യം പറയാനാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ പൂർണ്ണതയെ കാണിക്കാനാണ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഈ ഉദാഹരണം നോക്കുക. ദ സൺ ഹാസ് റൈസൺ ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ടുണ്ട്. ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്ന ഒരു വർത്തമാനകാല വസ്തുത പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഗ്രാമർ ട്രിക്സ് ഓർത്തിരിക്കുമല്ലോ. ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്നർത്ഥം വരേണ്ട ഏത് കാര്യം പറയുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെയും സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചാണ് ഹാസ് എന്നോ ഹാവ് എന്നോ പ്രത്യക്ഷപ്പെടുക. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഹാസ് എന്നും, ഒന്നിലധികമാണെങ്കിൽ ഹാവ് എന്നും ഉപയോഗിക്കുന്നു. അതിനുശേഷം വെർബിന്റെ പാർട്ടിസിപ്പിൾ പ്രയോഗിച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഏതു കാര്യവും ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പട്ടിക ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഗ്രാമർ ഫോർമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് 2 പേജ് നമ്പർ 83 മുതൽ നോക്കി പഠിക്കുക. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 200 രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. പുസ്തകം ലഭിക്കാൻ 9446178038 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. നമ്പർ ഒരിക്കൽ കൂടി 9446178038. രസകരമായിരുന്നല്ലോ ഇന്നത്തെ ഇംഗ്ലീഷ് ഗ്രാമർ. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ അത്ര ബോറല്ലെന്ന് മനസ്സിലായില്ലേ? ഇനി 4-ാം നാളിലെ പാഠം കാണുക.